തലശ്ശേരി കടൽപ്പാലം. തലശ്ശേരിക്കാർക്ക് തിളക്കമാർന്ന ഓർമ്മകൾ അവശേഷിക്കുന്ന ഒരിടമാണിത്. കൊളോണിയലിസത്തിന്റെയും വാണിജ്യത്തിന്റെയും ഒരു കാലഘട്ടത്തിൽ പേറുന്ന ഒരുപാട് കാര്യങ്ങൾ തലശ്ശേരിയിലുണ്ട്. അതിലൊന്നാണ് ഈ തലശ്ശേരി കോട്ട. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ തന്നെയാണ് ഈ കോട്ട തലയുയർത്തി നിൽക്കുന്നത്. 1683 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ വ്യാപാരം ആരംഭിച്ചപ്പോൾ തലശ്ശേരിയിൽ ഒരു ഫാക്ടറി നിർമ്മിക്കുകയും 1708 അത് ഉറപ്പിക്കുകയും ചെയ്തു. ആദ്യ വർഷങ്ങളിൽ ഇത് വ്യാപാര ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. പിന്നീട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ സൈനിക താവളമായും ഭരണകേന്ദ്രവുമായും ഇത് മാറി. ഈ കോട്ടയിലേക്ക് പ്രവേശന ഫീസില്ല. എങ്കിലും വളരെ മനോഹരമായി ഇത് പരിപാലിക്കപ്പെട്ടിരിക്കുന്നു. ചതുരാകൃതിയിലുള്ള ഈ കോട്ട പഴയ കാലത്തെ വാസ്തുവിദ്യാ ശൈലിയുടെ മികച്ച മാസ്റ്റർ പീസുകളിൽ ഒന്നാണ്. ചുറ്റുപാടുമുള്ള കൊത്തളങ്ങൾ, കൂറ്റൻ പ്രവേശന മതിൽ, തുറമുഖ നഗരം എന്ന് വിളിച്ചോതുന്ന വിളക്കുമാണ്, രഹസ്യ തുരങ്കങ്ങൾ എന്നിവ ഈ കോട്ടയുടെ സവിശേഷതകളാണ്. നിരവധി ഫ്രഞ്ച് ആക്രമണങ്ങളെ അതിജീവിച്ച ഈ കോട്ട പിന്നീട് ഹൈദരാലിയുടെ സൈന്യത്തെ തടവിലാക്കാൻ ഒരു ജയിലായി ഉപയോഗിച്ചിരുന്നു. കടൽ മാർഗം വരുന്ന ശത്രുക്കളെ വേഗത്തിൽ തിരിച്ചറിയാൻ സൗകര്യത്തിലാണ് കോട്ടയുടെ രൂപകൽപ്പന. ആദ്യകാലത്ത് ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു സംഭരണശാലയായി കോട്ട ഉപയോഗിച്ചിരുന്നു. കോട്ടയുടെ പിൻഭാഗത്ത് കടൽ തീരത്തേക്ക് തുറക്കുന്ന ഒരു ഗേറ്റ് ഉണ്ട്. സൈനികർ പണ്ട് താമസിച്ചിരുന്ന ബംഗ്ലാവുകൾ ഇവിടെ ഇന്നും ശേഷിക്കുന്നു. മയ്യഴിയിലെത്തുന്നതിന് മുൻപ് ഫ്രഞ്ചുകാർ ആദ്യം താവളമടിച്ചത് തലശ്ശേരിയിലായിരുന്നു. തലശ്ശേരിയിൽ കോട്ട നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി അവിടെ ആദ്യം ഒരു മൺകോട്ട സ്ഥാപിച്ചു. ഫ്രഞ്ചുകാരായിരുന്നു അത് ചെയ്തത്. അതിനുശേഷം എത്തിയ ഇംഗ്ലീഷുകാരുടെ വരവോടെ അവർക്ക് തലശ്ശേരിയിൽ നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ടി വരികയായിരുന്നു. പഴയ കാലത്തിന്റെ ചരിത്രശേഷിപ്പുകൾ ഇവിടെ കാണാം. ആക്രമണമുണ്ടായാൽ കടൽ വഴി രക്ഷപ്പെട്ടു പോകാവുന്ന വിധത്തിൽ രഹസ്യമായ ഗുഹകളുണ്ട് ഈ കോട്ടയ്ക്ക്. പഴമക്കാർ പറയുന്നതനുസരിച്ച് കണ്ണൂർ കോട്ടയിൽ നിന്നും 21 കിലോമീറ്റർ ദൂരത്തിൽ തലശ്ശേരി കോട്ടയിലേക്ക് ഒരു തുരങ്കപാത ഉണ്ടെന്നാണ്. തുരങ്കങ്ങളിലേക്ക് ഇറങ്ങുന്ന പടിക്കെട്ടുകളും ഇവിടെ കാണാം. ഒരു കാലഘട്ടത്തിൽ വിവിധ സർക്കാർ ഓഫീസുകൾ കോട്ടയ്ക്കുള്ളിൽ പ്രവർത്തിച്ചിരുന്നു. കോട്ടയുടെ ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് പിന്നീട് പുരാവസ്തു വകുപ്പിന് കൈമാറുകയായിരുന്നു. ചുണ്ണാമ്പ്, ശർക്കര, മുട്ടയുടെ വെള്ള, ഇഷ്ടിക എന്നിവയാലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. തലശ്ശേരിയിലെ സർക്കാർ ആശുപത്രി പ്രവർത്തിക്കുന്നത് ഈ കോട്ടയോട് ചേർന്നാണ്. ടെലിച്ചെറി എന്ന് ആംഗലേയത്തിൽ അറിയപ്പെടുന്ന തലശ്ശേരി പണ്ടറിയപ്പെട്ടിരുന്നത് തലക്കത്തെച്ചേരി എന്ന പേരിലായിരുന്നു. അന്നത്തെ പ്രധാന നാട്ടുരാജ്യമായിരുന്ന കോലത്ത് നാടിന്റെ അറ്റത്തായിരുന്നു തലശ്ശേരി സ്ഥിതി ചെയ്യുന്നത്. മുകളിലെ അറ്റം എന്ന അർത്ഥത്തിലാണ് അങ്ങനെ തലക്കത്തെച്ചേരി എന്ന് വിളിച്ചു പോന്നത്. കേക്കിനും സർക്കസിനും ക്രിക്കറ്റിനുമെല്ലാം പ്രശസ്തമായ നാടാണല്ലോ തലശ്ശേരി. 18-ാം നൂറ്റാണ്ടിലാണ് ക്രിക്കറ്റ് ഇവിടെ എത്തുന്നത്. വെല്ലിംഗ്ടൺ ഡ്യൂക്കായ അന്നത്തെ സർ ആർതർ വെലസ്ലി ക്രിക്കറ്റ് തലശ്ശേരിയിലേക്ക് കൊണ്ടുവന്നു. തന്റെ സഹപ്രവർത്തകർക്കൊപ്പം സ്റ്റേഡിയത്തിൽ കളിക്കുകയും ചെയ്തു. ഒരു ടീം ഉണ്ടാക്കാനായി അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന ശിപ്പായിമാരെയും ധോബിമാരെയും മത്സ്യത്തൊഴിലാളികളെയും എല്ലാം സംഘടിപ്പിച്ചു. അങ്ങനെ ഇവിടെ മുനിസിപ്പൽ സ്റ്റേഡിയം നിർമ്മിച്ചു. ക്രിക്കറ്റും സർക്കസും കേക്കും മാത്രമല്ല തലശ്ശേരിയിൽ അധിനിവേശം ബാക്കി വെച്ചത്. ഒരു കാലത്ത് തുറമുഖ നഗരമായിരുന്ന തലശ്ശേരിയിലെ ആ വിളക്കുമഠം ഇന്ന് പ്രതാപമെല്ലാം നഷ്ടപ്പെട്ട് ഇവിടെയുണ്ട്. ഇംഗ്ലീഷ് ചർച്ച് എന്നറിയപ്പെടുന്ന സെന്റ് ജോൺസ് ആംഗ്ലിക്കൻ ചർച്ച് കോട്ടയുടെ സമീപത്തായി കാണാം. 1869 തുറമുഖത്തെ മാസ്റ്റർ അറ്റൻഡന്റായ സർ എഡ്വേർഡ് ബ്രണ്ണന്റെ എൻഡോമെന്റ് ഉപയോഗിച്ചാണ് ഈ പള്ളി നിർമ്മിച്ചത്. മനുഷ്യസ്നേഹിയായിരുന്ന ബ്രണ്ണൻ ഒരു കപ്പൽ തകർച്ചയ്ക്ക് ശേഷമാണ് തലശ്ശേരിയിലെത്തുന്നത്. സമീപത്തായി മറ്റൊരു മനോഹരമായ പള്ളിയും ഒരു സ്കൂളും കാണാം. 1859 മരിക്കുന്നതിന് മുൻപ് ബ്രണ്ണൻ തന്റെ സമ്പാദ്യമെല്ലാം പാവങ്ങൾക്ക് നൽകി. ബ്രണ്ണനും മറ്റു ഉദ്യോഗസ്ഥരും ഈ സെമിത്തേരിയിൽ കോട്ടയ്ക്ക് സമീപമായി അന്ത്യവിശ്രമം കൊള്ളുന്നു.